നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഫുഡ് വേണോ, ഡെസേർട്സ് വേണോ, ജ്യൂസ് വേണോ, ഷെയ്ക്ക് വേണോ? അതെല്ലാം നമ്മുടെ കൈക്കപ്പിലുണ്ട്. പക്ഷേ കേരളത്തിലല്ല, ബാംഗ്ലൂരിൽ പുതുതായിട്ട് കൈക്കപ്പിൻ്റെ ഒരു ഔട്ട്ലെറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. ആംബിയൻസിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? അതുപോലെ തന്നെ ഇവിടെയും പാർട്ടി ഹാളൊക്കെ ഉണ്ട്. അടിപൊളി ഒരു ആംബിയൻസിൽ ഒരു പാർട്ടി ഹാൾ. ഇവിടുന്ന് ട്രൈ ആക്കിയ മിൽക്ക് കേക്ക് മധുരം ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒന്ന് ട്രൈ ആയിക്കോ. അതിനുള്ള ആ ഒരു മുതൽ അതിലുണ്ട്. അപ്പോൾ അതൊന്നും മറക്കണ്ട കേട്ടോ. അടിപൊളിയായിട്ട് ട്രൈ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ബനൂഷ്യ ഞാൻ ഒരുപാട് സ്ഥലത്ത് നിന്ന് കഴിച്ചെങ്കിലും ഇവിടുത്തെ ഫ്ലേവർ ചെറിയൊരു മാറ്റമുണ്ട്. പിന്നെ ഗ്രില്ലഡ് ചിക്കൻ വൈറ്റ് റൈസ്, ആ ഒരു ചിക്കൻ ആ ഒരു സോസിൽ ഡിപ്പ് ചെയ്ത് റൈസും കൂടി കഴിക്കാൻ വേറൊരു ഫീൽ കേട്ടാ. പിന്നെ പെരി ഷാഷ്ലിക്ക് ഇവിടെ ട്രൈ ആക്കി. അതുപോലെ തന്നെ ചെറിയൊരു പാനിപ്പൂരി കഴിച്ചിട്ടുണ്ടായിരുന്നു. എരിവും പുളിയൊക്കെ ഒന്ന് പോണ്ടിട്ട് മാംഗോ ഡിലൈറ്റും മോൺസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഐറ്റം ഉണ്ട്. രണ്ടും അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം. എന്നിട്ട് തീർന്നില്ല, എൻ്റെ ഒരു സൂപ്പും ട്രൈ ആക്കി. അതുപോലെ തന്നെ പിന്നെ വൈറ്റ് കട്ട് ചിക്കൻ എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട്. പിന്നെ ബട്ടർ ബന്ന്, അതുപോലെ തന്നെ ഇവിടെയുള്ള കൊറിയൻ ബന്നു. രണ്ടും അടിപൊളിയായിട്ടാ. ഇത് കഴിച്ചവർക്കറിയാം ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ ബാംഗ്ലൂരിലുള്ള കപ്പിൽ ഒരുപാട് തരം ഐറ്റംസ് ഉണ്ട്. അതിന് വെറും കുറച്ച് ഐറ്റംസ് മാത്രമേ ഞാൻ ട്രൈ ആക്കിയുള്ളൂ. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് ബാംഗ്ലൂരിലുള്ള അക്ഷയ നഗറാണ്. അപ്പോൾ ഈ റൂട്ടിലൂടെ പോകുന്നതാണെങ്കിൽ ഈ ഒരു സ്പോട്ട് മറക്കണ്ട.